ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം നിങ്ങളെല്ലാവരും ഓൾറെഡി പലതവണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു റെഫ്യൂജി ക്യാമ്പിലെ ടെൻറ്റുകൾ ഓൾ ഐസ് ഓൺ റഫ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന AI ജനറേറ്റഡ് ആയിട്ടുള്ള ഈ ചിത്രം കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കുള്ളിൽ സെലിബ്രിറ്റികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലൂടെ ഏകദേശം 40 മില്യൺ തവണയിലധികമാണ് ഇൻ്റർനെറ്റിലൂടെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് ഒരുപാട് ഖ്യാതികൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഇൻ്റർനെറ്റിലൂടെ ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള AI ജനറേറ്റഡ് ഇമേജ് എന്ന ഖ്യാതി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ AI ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിസത്തിൻ്റെ തുടക്കം എന്നും ഈ ഒരു ചിത്രത്തെ സംബന്ധിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ചിത്രം ആരാണ് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. എങ്കിലും ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊട്ടേഷൻ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോട്ട് ആരുടെ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഈ വർഷം, അതായത് 2024 ഫെബ്രുവരി മാസത്തിൽ പലസ്തീനിലെ ഗസ സ്ട്രിപ്പിലെ റഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തിൻ്റെ ഇവാക്യുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഡർ ഇസ്രായേൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ പ്രദേശങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന WHO ഓഫീസ് ഫോർ ദി ഒക്യുപ്പൈഡ് പലസ്റ്റീനിയൻ ടെറിട്ടറീസ് എന്ന ഓഫീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള റിക് പീപ്പർകോണിൻ്റെ ഭാഗത്തു നിന്നും ഓൾ ഐസ് ആർ ഓൺ റാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എങ്കിലും കഴിഞ്ഞ 4 മാസം ഈ പ്രയോഗത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രചാരമൊന്നും കിട്ടിയിരുന്നില്ല. ഇതേ റഫ പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയും ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി ഏകദേശം 45ഓളം പേർക്ക് ദാരുണമായിട്ടുള്ള മരണം സംഭവിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രയോഗം ലോകമെമ്പാടും വ്യാപിക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യവും കൂടി മുന്നോട്ട് വരികയാണ്. ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള ഈ ഒരു യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം 230 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 35,000ഓളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളെക്കാൾ വലിയൊരു പ്രതിഷേധം എന്തുകൊണ്ടാണ് ഈ 45 പേരുടെ മരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്? ഈ ഓൾ ഐസ് ആർ ഓൺ റഫ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ വലിയൊരു ആക്രമണം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലി പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഇസ്രായേൽ തിരിച്ചടി നൽകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഇടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഒക്ടോബർ 8-ാം തീയതി മുതലേ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഹമാസിൻ്റെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള പലസ്തീൻ്റെ ഗാസ സ്ട്രിപ്പിന് മുകളിൽ അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിലെ വിവിധ പ്രദേശങ്ങൾക്ക് മുകളിൽ എയർ റെയ്ഡ് അല്ലെങ്കിൽ വ്യോമാക്രമണം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒക്ടോബർ മാസത്തിൻ്റെ ഒരു അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ IDF ഈ ഗാസ സ്ട്രിപ്പിലേക്കുള്ള ഗ്രൗണ്ട് ഇൻവേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇൻവേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഗാസ സ്ട്രിപ്പിൻ്റെ നോർത്തേൺ ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രൽ ഭാഗത്തുമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഇൻവേഷൻ നല്ല രീതിയിൽ നടക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഗാസ സ്ട്രിപ്പിലെ പ്രധാനപ്പെട്ട റോഡുകളും അതുപോലെ തന്നെ ഹൈവേകളും പ്രധാനപ്പെട്ട മറ്റ് സ്ഥലങ്ങളുമെല്ലാം ഇസ്രായേലി ഫോഴ്സുകളുടെ കയ്യിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് പോകുന്നത് 2023 ഡിസംബർ മാസത്തിലാണ് എന്ന് കാണാം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ 4 ഡിവിഷനുകൾ ഗാസ സ്ട്രിപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവരുടെ ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ ജനുവരി മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു പീക്ക് ലെവലിൽ നിന്നും ഗ്രൗണ്ട് ഇൻവേഷനിൽ ചെറിയൊരു കുറവ് വരുന്നുണ്ട്. എന്നാലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു ഡിവിഷൻ ഈ ഗാസ സ്ട്രിപ്പിൻ്റെ സെൻട്രൽ പോർഷനിലൊക്കെ അവരുടെ ഗ്രൗണ്ട് ഇൻവേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഇൻവേഷനിൽ നിങ്ങൾക്കൊരു ട്രെൻഡ് കാണാൻ സാധിക്കും. ആദ്യം ഗാസ സ്ട്രിപ്പിൻ്റെ നോർത്തേൺ ഭാഗത്തായിരുന്നു അവരുടെ ഗ്രൗണ്ട് ഇൻവേഷൻ നടന്നിരുന്നത്. പിന്നീട് ഖാൻ യൂനിസ് പോലെയുള്ള സെൻട്രൽ ഭാഗങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലൂടെയാണ് ഈ ഗ്രൗണ്ട് ഇൻവേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഇൻവേഷൻ അടുത്തതായി നടക്കാൻ പോകുന്നത് ഈ ഗാസ സ്ട്രിപ്പിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള റഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തേക്ക് ആയിരിക്കുമെന്ന് എല്ലാവരും നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. ആ ഒരു രീതിയിലുള്ള പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളുടെയൊക്കെ ഭാഗമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് ഒരു കാരണവശാലും റഫ എന്ന പ്രദേശത്തേക്ക് ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താൻ പാടില്ല എന്നുള്ളൊരാവശ്യം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. അപ്പോൾ എന്താണ് ഈ റഫ എന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഗാസ സ്ട്രിപ്പിൻ്റെ മാപ്പിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഗാസ സ്ട്രിപ്പ് നോക്കുകയാണെങ്കിൽ അതിന് 4 അതിർത്തികൾ നമുക്ക് കാണാം. ഇതിലെ 2 അതിർത്തികൾ ഇസ്രായേലുമായിട്ടുള്ള കര അതിർത്തികളാണ്. ഈ അതിർത്തികളിൽ ഓൾറെഡി ഇസ്രായേലിൻ്റെ എല്ലാവിധത്തിലുള്ള ബ്ലോക്കേഡുകളുമുണ്ട്. ഇനി മൂന്നാമത് വരുന്ന അതിർത്തി ഒരു സമുദ്രാതിർത്തിയാണ്. അത് മെഡിറ്ററേനിയൻ കടലുമായിട്ടാണ് എന്ന് കാണാം. ഈ കടലിലും ഇസ്രായേലിൻ്റെ ബ്ലോക്കേഡ് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന് സ്വാധീനമില്ലാത്ത ഒരേ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഈ ഗാസ സ്ട്രിപ്പും ഈജിപ്തും തമ്മിൽ തെക്ക് ഭാഗത്തുള്ള അതിർത്തിയാണ് എന്ന് കാണാം.
അപ്പോൾ ഗാസ സ്ട്രിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അതിർത്തി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണാം. ഇവിടെ റഫ ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രോസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തൊട്ടടുത്തൂടെ മറ്റൊരു ബോർഡർ ക്രോസിംഗും കാണാം. ഈ ഒരു ക്രോസിങ്ങിലൂടെയാണ് ഗാസ സ്ട്രിപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട ഫോറിൻ എയ്ഡുകൾ, വിദേശ സഹായവും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളും എല്ലാം ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗസ സ്ട്രിപ്പിലുള്ള പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഈ ഒരു ബോർഡറിലൂടെയാണെന്ന് കാണാം. അതുകൊണ്ട് ഈ ഒരു ബോർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഇൻവേഷൻ ഈ ഗാസ സ്ട്രിപ്പിൻ്റെ നോർത്തേൺ ഭാഗത്തു നിന്നും ആരംഭിച്ച് പതിയെ പതിയെ സൗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗാസ സ്ട്രിപ്പിലുള്ള പലസ്തീനികളായിട്ടുള്ള അഭയാർത്ഥികൾ, ഈ യുദ്ധം മൂലം വീടും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ സുരക്ഷയ്ക്ക് വേണ്ടി വരുന്നതും ഈ ഒരു തെക്കൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു റഫ പ്രദേശത്തേക്കാണെന്ന് കാണാം. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും യുദ്ധം നടക്കുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളെല്ലാം പലായനം ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്തേക്കാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗസ സ്ട്രിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശ സഹായം ലഭിക്കുന്ന, അവർക്ക് സുരക്ഷിതമായി കഴിയാൻ സാധിക്കുന്ന, അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ റഫ പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഈ ഒരു യുദ്ധത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമായി മാറുന്നതും ഇവിടെ യുദ്ധം നടത്തരുത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തരുത് എന്ന് ഇസ്രായേലിനോട് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റഫ പ്രദേശത്തുൾപ്പെടെ ആദ്യകാലം മുതലേ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ 2024 ഫെബ്രുവരി മാസമായപ്പോൾ ഇവിടെയുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഓർഡർ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരികയാണ്. അതായത് ഈ പ്രദേശത്തേക്ക് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കാൻ പോവുകയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിനെതിരെ എതിർപ്പുകൾ മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ഒരു വംശഹത്യാ കേസ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല ഓർഡറുകൾ ആ ഒരു കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഓർഡറും ICJയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫയിലേക്ക് ഇത്തരത്തിലുള്ളൊരു ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെയും തടയണം എന്നുള്ളൊരാവശ്യം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ ഓൾറെഡി ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ റഫ പ്രദേശത്തേക്ക് ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താനും അധികാരമില്ല എന്നുള്ളൊരു ഓർഡർ ICJയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ഇനി ICJ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വിവിധ സംഘടനകൾ ഇതേ ആവശ്യം ഇസ്രായേലിനോട് പറയുന്നു. ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഈ ഒരു ആവശ്യം ഇസ്രായേലിനോട് പറയുന്നു എന്ന് മാത്രമല്ല, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏതൊരവസ്ഥയിലും ഇസ്രായേലിന് പരിപൂർണ്ണ പിന്തുണ കൊടുക്കുന്ന US-ഉം ഈ ഒരു സമയത്ത് ഇസ്രായേലിനെതിരെ മുന്നോട്ട് വരികയാണ്. US പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, റഫയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗ്രൗണ്ട് ഇൻവേഷൻ ഇസ്രായേൽ നടത്തിയാൽ അവർക്ക് കൊടുക്കുന്ന ആയുധങ്ങളുടെ സപ്ലൈ അമേരിക്ക നിർത്തിവെക്കും എന്നുള്ളൊരു വാണിംഗ് ആണ് ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെയൊക്കെ ഭാഗമായി ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു ഓർഡർ ഇസ്രായേൽ പുറപ്പെടുവിച്ചുവെങ്കിലും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഇൻവേഷനിലേക്ക് അവർ പോകുന്നില്ല എന്ന് കാണാം. ഇതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഇതേ സമയത്ത് ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഇടയിൽ പലതരത്തിലുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമാധാന ചർച്ച അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് മൊമെൻറ്റിലേക്ക് എത്തിയത് ഈ മെയ് മാസത്തിലായിരുന്നു എന്ന് കാണാം. രണ്ട് പാർട്ടികളും ഏറെക്കുറെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഇസ്രായേൽ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേലിൻ്റെ ഹോസ്റ്റേജുകളെല്ലാം വിട്ടു നൽകാമെന്ന് അവർ പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഭാഗമായി യുദ്ധം പരിപൂർണമായി അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ ഒരു കാരണവശാലും പരിപൂർണമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമാധാന ചർച്ച വഴിമുട്ടുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് മെയ് മാസം 6-ാം തീയതി ഇസ്രായേൽ ഈ റഫ പ്രദേശത്ത് താമസിക്കുന്ന പലസ്തീനികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് അതിൻ്റെ തൊട്ടടുത്തുള്ള അൽ മവാസി എന്ന് പറഞ്ഞുള്ളൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കാൻ പോവുകയാണെന്ന് ഏറെക്കുറെ ഉറപ്പാവുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ പാരലായിട്ട് മറ്റൊരു വെടിനിർത്തൽ കരാറിൻ്റെയും ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സീസ് ഫയർ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ നടന്നിരുന്നത്. അപ്പോൾ ഹമാസ് ഈ ഒരു എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. 6 ആഴ്ച കാലത്തേക്ക് ഇവിടെ സീസ് ഫയർ കൊണ്ടുവന്ന് ഈ യുദ്ധത്തിനൊരു പോസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹമാസ് ഇത് അക്സെപ്റ്റ് ചെയ്തുവെങ്കിലും ഇസ്രായേൽ ഈ ഒരു എഗ്രിമെൻറ്റിനെ തള്ളിക്കളയുകയാണ്. അവരുടെ ഒരു ടേംസും ഈ ഒരു എഗ്രിമെൻറ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിതിനെ തള്ളിക്കളയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സമാധാന ചർച്ചകളും വഴിമുട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് കൂടുകയും റഫയിലേക്കുള്ള ഒരു ഗ്രൗണ്ട് ഇൻവേഷന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് അവർ അനുമതി നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെ മെയ് മാസം 7-ാം തീയതി, അത്രയും കാലം എയർ റെയ്ഡുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും നേരിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് റഫയിലേക്ക് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ആരംഭിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുന്നത് എന്ന് കാണാം. റഫയിലെ പ്രധാനപ്പെട്ട ഏരിയയെല്ലാം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കീഴടക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റഫ ക്രോസിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം IDFൻ്റെ കൺട്രോളിൻ്റെ കീഴിലേക്ക് വരികയാണ്.
അപ്പോൾ റഫേൽ താമസിക്കുന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഗാസ സ്ട്രിപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ റഫേലിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ റഫേലിലെ ജനസംഖ്യ 5 മടങ്ങിലധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഗാസ സ്ട്രിപ്പിൻ്റെ മറ്റൊരു പ്രദേശങ്ങളിലും അവർക്ക് യാതൊരു രീതിയിലുമുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ എയ്ഡോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അവർ ഈ റഫ പ്രദേശത്തേക്ക് വന്നത്. ഒരു തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ടെൻറ്റുകൾ അടിച്ചിട്ടാണ് ഈ അഭയാർത്ഥികളെല്ലാം അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെയും ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടക്കുന്നു. അപ്പോൾ അവർക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥ, അവർക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സഹായങ്ങളും വഴിമുട്ടുന്നൊരവസ്ഥയില്ല. അതായത് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ഈ റഫേലെ ജനങ്ങൾ ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഇൻവേഷൻ്റെ ഭാഗമായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം US-ൻ്റെ മുന്നിലേക്കാണ് വരുന്നത്. ഈ റഫേൽ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന വെപ്പൺ സപ്ലൈ നിർത്തും എന്ന് അമേരിക്ക പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കോർഡിനേറ്ററും അതുപോലെ തന്നെ US ഗവൺമെൻറ്റിൻ്റെ സ്പോക്ക് പേഴ്സണുമായിട്ടുള്ള ജോൺ കിർബി പറയുന്നത് അമേരിക്ക ഇസ്രായേലിൻ്റെ മുന്നിൽ ഒരു റെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഈ ഇൻവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രേഖ മറികടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റെഡ് ലൈൻ ഇതുവരെ ഇസ്രായേൽ ഭേദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ഒരു ഫുൾ ബ്ലോൺ ഗ്രൗണ്ട് ഇൻവേഷനായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉദാസീനമായിട്ടുള്ളൊരു മറുപടി കൂടി വന്നതോടുകൂടി ഇസ്രായേലിന് കുറച്ചുകൂടി ശക്തി വരികയാണ്. അവരുടെ ആ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നത് കാണാം. ഏകദേശം ഇതേ സമയത്ത് തന്നെ, അതായത് മെയ് മാസം 26-ാം തീയതി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് മറ്റൊരു ഓർഡർ കൂടി വരികയാണ്. ഒരർത്ഥത്തിലും ഈ ഇൻവേഷൻ മുന്നോട്ട് കൊണ്ടുപോകരുത്, എത്രയും പെട്ടെന്ന് എല്ലാ വിധത്തിലുള്ള ഇൻവേഷൻ, ഗാസ സ്ട്രിപ്പിലെമ്പാടുമുള്ള ഇൻവേഷൻ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നുള്ളൊരു ഓർഡറാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ ഇത്തരം ഓർഡറുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ അവരുടെ ഇൻവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം. എന്നാൽ ഈ സമയത്ത് മറ്റൊരു കാര്യവും കൂടെ നടക്കുന്നുണ്ട്. ഏകദേശം മെയ് 25-26 തീയതികളിലൊക്കെ ആയിട്ട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലെ ടെൽ അവീവ് എന്ന സിറ്റിക്ക് നേരെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ മിസൈൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായി എന്നും അതിനെ ചെറുക്കാൻ സാധിച്ചു എന്നും ഇസ്രായേലും വാദങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്ന് മാത്രമല്ല, ഈ ആക്രമണം ഹമാസ് നടത്തിയത് അല്ലെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ ഉത്ഭവം ഈ റഫ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്ത് നിന്നാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ട് മെയ് 27-ാം തീയതി ഈ റഫ പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു ബോംബാക്രമണം ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, റഫേൽ ഒരുപാട് റെഫ്യൂജി ക്യാമ്പുകളുണ്ട്. അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ ടെൻറ്റുകൾ കെട്ടി താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിൻ്റെ സമീപത്താണ് ഇതിൽ വലിയൊരു ബോംബാക്രമണം നടന്നത്. ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി ഈ അഭയാർത്ഥി ക്യാമ്പുകളിലെ ടെൻറ്റുകൾക്ക് തീ പിടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 45ഓളം പേര് ദാരുണമായിട്ട് വെന്തു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം ലോകമെമ്പാടുമുള്ള ആളുകൾ അറിയുകയും വലിയൊരു ട്രിഗർ പോയിൻ്റായി മാറുകയും ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഈ ഗാസയുടെ പല ഭാഗത്തു നിന്ന് ഓടി വന്ന് ഈ റഫ പ്രദേശത്ത് ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ ജീവിക്കുന്ന അഭയാർത്ഥികളായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് യാതൊരു തരത്തിലുള്ള വിദേശ സഹായവും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ മേലെ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന് ആളുകൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നിലവിൽ റഫേൽ സംഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ലോകം കൃത്യമായി കാണണം എന്നും ഇനിയും ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പ്രതികരിക്കേണ്ട റൈറ്റ് ടൈം ഇതാണ് എന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും റഫേലിലേക്ക് നോക്കുക, ഓൾ ഐസ് ഓൺ റഫ എന്നുള്ള ഈ ക്യാമ്പയിന് ഇത്രയധികം പ്രചാരം കിട്ടുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായി തിരിച്ചറിയണം, ഈ ഒരു ക്യാമ്പയിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളും സെലിബ്രിറ്റികളും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സംഘടനകളും രാജ്യങ്ങളും എല്ലാം സപ്പോർട്ട് നൽകുന്നത് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന, WHO പോലെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം ഇസ്രായേലിനോട് ഈ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ അവസാനിപ്പിക്കണമെന്നും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത് എന്നും പറയുകയാണ്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, അതിലെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനോട് ഇവിടെ നിന്നും പിന്തിരിയണം എന്നാവശ്യപ്പെടുകയാണ്. ഇത്രയും കാലം ഇസ്രായേലിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ മൗനം പാലിക്കുകയും ചെയ്തിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. യൂറോപ്യൻ യൂണിയൻ ഒരവസരത്തിൽ ഇസ്രായേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്രയും വലിയൊരു എതിർപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒടുവിൽ ഒരു കുറ്റസമ്മതം തന്നെ നടത്തേണ്ടതായിട്ട് വന്നു. ശരിക്കും ഹമാസിൻ്റെ 2 നേതാക്കന്മാരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോംബാക്രമണം നടത്തിയത് എന്നും എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചു എന്നും അത് ദുരന്തപൂർണ്ണമായി മാറി എന്നുമുള്ള ഒരു സമ്മതമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. അതായത് ഒരു ട്രാജിക് മിസ്ഹാപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്താൻ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും ആത്മാർത്ഥമല്ല. യാതൊരു തരത്തിലും ഈ അന്വേഷണം എവിടെയും എത്തിച്ചേരാൻ പോകുന്നില്ല എന്നുമാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും മുന്നോട്ട് വെക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ രീതിയിൽ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ ഭാവി എന്തായിത്തീരും?
ഇപ്പോൾ ഇവിടെ എക്സ്പേർട്സ് പറയുന്ന 1-2 പോയിന്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓൾറെഡി ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, സീസ് ഫയർ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ അൾജീരിയ എന്ന രാജ്യം UN-ൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പല ഭാഗത്തും പറഞ്ഞു, അന്താരാഷ്ട്ര നീതിന്യായ കോടതി പല സമയങ്ങളിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള വിധികൾ അല്ലെങ്കിൽ ഓർഡറുകൾ പുറപ്പെടുവിച്ചിട്ടും ഇസ്രായേൽ അത് പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്ന്. അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം ഈ ഐക്യരാഷ്ട്ര സംഘടനയിലെ രാജ്യങ്ങൾക്കുണ്ടെന്ന് കാണാം. അതായത് ഏത് രാജ്യത്തിനെതിരെയാണോ ICJ ഈ ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നത് ആ രാജ്യത്തിനെതിരെ പല നീക്കങ്ങളും നടത്തി ഈ വിധി അംഗീകരിപ്പിക്കാൻ UN-ലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് സാധിക്കും. സോ അതുമായിട്ട് ബന്ധപ്പെട്ടും കൃത്യമായി UN-ൽ ചർച്ചകൾ നടക്കുമെന്ന് നമുക്ക് കാണാം. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇസ്രായേലിനെതിരെ എന്ത് ചർച്ച നടന്നാലും അമേരിക്ക അവരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത്തരം നീക്കങ്ങളെല്ലാം വീറ്റോ ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ വന്നിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും അമേരിക്ക കൃത്യമായി വീറ്റോ ചെയ്തിരിക്കുന്നത് കാണാം. ഇപ്പോൾ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സീസ് ഫയർ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടും ഈ പലസ്തീന് ഐക്യരാഷ്ട്ര സംഘടനയിൽ പൂർണ്ണ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള റെസൊല്യൂഷനുകളെല്ലാം അമേരിക്ക വീറ്റോ ചെയ്ത് കഴിഞ്ഞു. ഇതിലാകെ പലസ്തീൻ അനുകൂലമായിട്ട് പാസ്സായ ഒരേ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് റംസാൻ സമയത്ത് ഈ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റെസൊല്യൂഷനായിരുന്നു. ആ റെസൊല്യൂഷൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ പാസ്സാവാൻ കാരണം US ആ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതുകൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും US-ൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ഇനി അഥവാ US ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് US ഇത്തരത്തിലുള്ള പ്രപ്പോസലുകളെ സപ്പോർട്ട് ചെയ്യുകയും ഐക്യരാഷ്ട്ര സംഘടന ഒന്നടങ്കം ഇസ്രായേലിനോട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയുകയാണെങ്കിൽ കൂടിയും യുദ്ധം അവസാനിപ്പിക്കണമോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് ഇസ്രായേലാണ് എന്ന് കാണാം. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ എടുത്ത നിലപാടുകൾ നോക്കുകയാണെങ്കിൽ ഹമാസിനെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഈ റഫ ഇൻവേഷൻ്റെ ഭാഗമായി ഹമാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും ഈ റഫ ക്രോസിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ട് എന്നും ഹമാസ് അവിടെ നിന്നും അറ്റാക്കുകൾ നടത്തുന്നുണ്ട് എന്നുള്ള തെളിവുകൾ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പുറത്തുവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഫയിൽ ഒരു ഇൻവേഷൻ നടത്താതെ ഹമാസിനെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കുകയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഹമാസുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി ഈ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സോ ദേശീയ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കും എല്ലാം ഉപരിയായിട്ട് സ്വന്തം പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മാത്രം വില കൊടുക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു മുതിരുന്നത് എങ്കിൽ ഈ യുദ്ധം അടുത്തങ്ങ് അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകൾ റഫേലേക്ക് തിരിക്കണമെന്ന് ലോകമെമ്പാടും ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു കാര്യം മറ്റുള്ളവർ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.